Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വീഡിയോ, അതിനുശേഷം 10 മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽ അനാലിസിസ്, മൊഡ്യൂൾ വൈസ് അനാലിസിസ് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ മുമ്പ് ജൂനിയർ അക്കൗണ്ടന്റ് 2022 നടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 30 ചോദ്യങ്ങൾ 3 സബ്ജക്ട്സിൻ്റെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലേ, പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ഇന്നത്തെ വീഡിയോയിൽ 31ാമത്തെ മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരിക. ലൈവ് സെഷൻസ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നോ പ്രോബ്ലം, റെക്കോർഡഡ് സെഷൻസ് ഉണ്ടായിരിക്കും. PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ അവൈലബിൾ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമ്മൾ ജൂനിയർ അക്കൗണ്ടിൻ്റെ കോച്ചിങ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31 ആണ് കേട്ടോ. മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞു, ബേസിക്സ് ആണ് ആദ്യം കാണാൻ സാധിക്കുന്നത്. 31 ഡാഷ് ഈസ് ദി ഫാദർ ഓഫ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റ്. വളരെ ഈസി ചോദ്യമാണ്. അത് ആരാണ് ഫാദർ ഓഫ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെന്റ്? 4 ഓപ്ഷൻസ്. നമ്പർ 1 മാക്സ് വെബർ, നമ്പർ 2 ഹെൻറി ഫയോൾ, ദെൻ ലൂതർ ഗുളിക്, ദെൻ പീറ്റർ F. ഡ്രക്കർ. അപ്പോൾ 4 പേര് ആരാണ്? ഈസി ചോദ്യമാണ്, എല്ലാവർക്കും ആൻസർ ചെയ്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം മാക്സ് വെബർ പറയുന്നുണ്ട്. വെബറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ? ബ്യൂറോക്രാറ്റിക് തിയറി ഓഫ് മാനേജ്മെൻ്റ് ആണ് വെബറിൻ്റെ, അല്ലേ? അപ്പോൾ അതല്ല ആൻസർ. ബ്യൂറോക്രാറ്റിക് തിയറി ഓഫ് മാനേജ്മെൻ്റ് ആണ് വെബർ. ദെൻ ഹെൻറി ഫയോള്, നിങ്ങൾക്കറിയാം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തി. ആ വ്യക്തിയാണ് എന്ത്? മോഡേൺ തിയറി ഓഫ് മാനേജ്മെൻറ്റ്, ഫാദർ ഓഫ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെൻറ്റ് ഹെൻറി ഫയോളാണ്. 14 പ്രിൻസിപ്പിൾസും പിന്നെ 5 ഫങ്ഷൻസും ആളുടെ കോൺട്രിബ്യൂഷൻ. സോ ഫാദർ ഓഫ് മോഡേൺ തിയറി ഓഫ് മാനേജ്മെൻറ്റ് ആൻസർ ഓപ്ഷൻ B ആണ്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നമുക്ക് നോക്കി പോകാം ആരൊക്കെയാണെന്നുള്ളത്. ലൂതർ ഗുളിക്കാണ് നെക്സ്റ്റ്. ആളുടെ കോൺട്രിബ്യൂഷൻ എന്താ? 5 ഫങ്ഷൻസിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡിറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, ബജറ്റിംഗ്. ഇതാണ് ലൂതർ ഗുളിക്ക് പറഞ്ഞിട്ടുള്ളത്, ഗുളിക്കിൻ്റെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, മറക്കരുത്. ദെൻ പീറ്റർ F. ഡ്രക്കർ ആണ് നെക്സ്റ്റ്. ഡ്രക്കറാണ് ഈ പറയുന്ന ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്, അല്ലേ? മോഡേൺ തിയറി ഓഫ് പ്രാക്ടീസസ്, മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഡ്രക്കർ. ഡ്രക്കറുടെ മെയിൻ കോൺട്രിബ്യൂഷൻ മറക്കരുത് MBO ആണ്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റ് പ്രാക്ടീസസിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്ന ഡ്രക്കർ നടത്തിയിട്ടുള്ളത്. മറക്കരുത് 2 പേരും തമ്മിലുള്ള വ്യത്യാസം. മെയിനായിട്ട് MBO വളരെ പോപ്പുലർ ആയിട്ട് ആളെ പറ്റി പറയാനുള്ളത്, മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 32 ഡാഷ് ഡെവലപ്ഡ് ദ തിയറി ഓഫ് മോട്ടിവേഷൻ ബേസ്ഡ് ഓൺ ദ ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഇതും ഈസിയാണ്, നിങ്ങൾക്ക് എന്താണ് ആൻസർ എന്നുള്ളത് കാണുമ്പോഴേക്കും മനസ്സിലാക്കാൻ പറ്റും. നമ്പർ 1 എൽട്ടൺ മായോ, ദെൻ എബ്രഹാം ഹെറോൾഡ് മാസ്ലോ, പീറ്റർ F. ഡ്രക്കർ, ലൂതർ ഗുളിക്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും 4 ഓപ്ഷൻസ് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം പറയുന്നുണ്ട് എൽട്ടൺ മായോ. എൽട്ടൺ മായോൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഹ്യൂമൻ റിലേഷൻ തിയറിയാണ് എൽട്ടൺ മായോ. എസ്പെഷ്യലി ഹാദോൺ എക്സ്പെരിമെൻറ്റ് അല്ലേ നടത്തിയിട്ടുള്ളത് ഈ വ്യക്തിയാണ് എൽട്ടൺ മായോ. അപ്പോൾ അതല്ല. ദെൻ എബ്രഹാം മാസ്ലോ, നീഡ് ഹൈറാർക്കി തിയറി പറയേണ്ട ആവശ്യമില്ല, അതാണ് ആൻസർ വരാം, അതെല്ലാവർക്കും അറിയാം. പിരമിഡിൻ്റെ രൂപത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രക്കർ നമ്മൾ പറഞ്ഞു MBO ആണ്, അതല്ല. ഗുളിക്കും പറഞ്ഞു നമ്മൾ, അത് ഇതാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ് കേട്ടോ. നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കൺസെപ്റ്റ് നന്നായിട്ട് അറിയണം, ഏതാണ് വരാമെന്നുള്ളത് പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നമ്പർ 33 വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടെക്നിക് ഓഫ് TQM?
ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ടെക്നിക്ക് അല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓക്കെ, അപ്പൊ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് മൊത്തത്തില് ഒരു സ്ഥാപനത്തിന് ഉണ്ടാകണം എന്നുള്ളതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ എയിം. അതാണ് ഈ ഒരു ടെക്നിക്കിന്റെ കൺസെപ്റ്റ്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. സോ അതിന്റെ ഭാഗമല്ലാത്തത് നമ്പർ 1 ക്വാളിറ്റി മെഷർമെന്റ് ആണ് പറയുന്നത്. ക്വാളിറ്റി മെഷർമെന്റ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. ക്വാളിറ്റി ചാർട്ട്സ്, ഇതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് നമ്മൾ നടത്തുമ്പോൾ അതിനെയാണ് പറയുക ക്വാളിറ്റി മെഷർമെന്റ്. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി പാർട്ട് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് ക്വാളിറ്റി മെഷർമെന്റ്. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് സിക്സ് സിഗ്മ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്. ഈവൻ ദോ കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അപ്രോച്ച് ആണ് ഈ പറയുന്ന സിക്സ് സിഗ്മ ഫോളോ ചെയ്യുന്നത് എങ്കിലും TQM എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തതിന് ശേഷം വരുന്നതാണ് ഈ പറയുന്ന സിക്സ് സിഗ്മ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഡാറ്റ ഡ്രിവൺ ക്വാളിറ്റി അപ്രോച്ചാണ്. അതൊരു ഇൻഡിപെൻഡന്റ് ടെക്നിക്കാണ് സിക്സ് സിഗ്മ എന്ന് പറയുന്നത്, നോട്ട് റിലേറ്റഡ് വിത്ത് TQM. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ക്വാളിറ്റി മെഷർമെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് TQM. സിക്സ് സിഗ്മയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ് എങ്കിലും അത് TQMന്റെ പാർട്ടല്ല. ഇതൊരു ഇൻഡിപെൻഡന്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അപ്രോച്ചാണ് ഈ പറയുന്ന സിക്സ് സിഗ്മ. TQM ഡെവലപ്പ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള കൂടിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് സിക്സ് സിഗ്മയാണ്. ഓക്കെ, പിന്നെ കെയ്സൺ പറയുന്നുണ്ട് ജാപ്പാനീസ് ടെക്നിക്കാണ്. അഗെയിൻ എന്താണ്, ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്നിക്കാണ് കെയ്സൺ, പാർട്ട് ഓഫ് TQM തന്നെയാണ്. സീറോ ഡിഫക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി പ്രിവെൻറ്റീവ് ആണ്. ഡിഫക്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി പ്രിവെൻഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിനെയാണ് സീറോ ഡിഫക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇൻസ്പെക്ഷൻ അല്ല വേണ്ടേ, പ്രിവെൻഷനാണ് വേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ. അപ്പോൾ അതും ഈ പറഞ്ഞ TQMന്റെ പാർട്ടാണ്. അപ്പോൾ ആൻസർ ഞാൻ പറഞ്ഞു ബി ആണ്, സിക്സ് സിഗ്മ. ക്വസ്റ്റ്യൻ നമ്പർ 34, ഹു കണ്ടക്ടഡ് ദി ഹാത്രോൺ എക്സ്പെരിമെന്റ്? ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 4 ഓപ്ഷൻ. നമ്പർ 1 വെബർ, ദെൻ മാക്സ് വെബർ, ടെയ്ലർ, എൽട്ടൺ മേയോ, ഫൊലറ്റ്. 4 പേരുടെയും കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതൊന്നും കൂടി നിങ്ങൾക്ക് പറയാം. വെബർ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു മുകളിൽ ഒരു, അപ്പോൾ ഇതൊന്നും മറക്കരുതെന്ന് പറയാം ഞാൻ. ബ്യൂറോക്രാറ്റിക് മാനേജ്മെന്റ് അല്ലേ ഈ പറയുന്ന വെബറിന്റെ കോൺട്രിബ്യൂഷൻ. പിന്നെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ടെയ്ലർ. മേയോ ആണ് ഹ്യൂമൻ റിലേഷൻ തിയറി, അതുപോലെ തന്നെ ഹാത്തോൺ എക്സ്പെരിമെന്റിന്റെ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് എൽട്ടൺ മേയോ 1924 to 32. അതിൽ ചിക്കാഗോയിലുള്ള അല്ലെ പ്ലാസ്റ്റിക് കമ്പനിയിലാണ് ഈ ഹാത്രോൺ എക്സ്പെരിമെന്റ് എൽട്ടൺ മേയോ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ടൈം പീരീഡിൽ. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഇതാണ്. ഫൊലറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ലീഡർഷിപ്പ് തിയറീസ് ഒക്കെയാണ് കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്, MP ഫൊലറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. ദെൻ ദി കൺസെപ്റ്റ് ഓഫ് MBO വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, നിങ്ങൾക്ക് പറയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡ്രക്കർ, ടെയ്ലർ, മേയോ, ടോം പീറ്റർ. ഡ്രക്കറാണ് അല്ലേ MBOന്റെ ആൻസർ എ ആണ് വരിക. ടെയ്ലർ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്, മേയോ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ റിലേഷൻ തിയറി ആണ്. പിന്നെ ഹാത്രോൺ എക്സ്പെരിമെന്റ്. ടോം പീറ്റർ എന്ന് പറയുന്നത് ഇന്നോവേഷൻ ഇൻ മാനേജ്മെന്റ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. എക്സലൻസ് ആൻഡ് ഇന്നോവേഷൻ ഇൻ മാനേജ്മെന്റിൽ ഇന്നോവേഷനെ പറ്റിയിട്ട് കൂടുതൽ എന്താ പറയുക പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇത്രയാണ് 4 ഓപ്ഷൻസ്. ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മൾ മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടി മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ ഓപ്ഷൻസും പരമാവധി കവർ ചെയ്ത് പോകുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ചോദ്യങ്ങൾ വന്നാലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്, ബൈ ഹാർട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. ഓരോന്നിനെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം, കൺസെപ്ച്വലൈസ് ചെയ്ത് പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ.
ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.